ഇന്ത്യയിൽ മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പതറി നിന്നപ്പോൾ ബിജെപിക്കെതിരെ അതിശക്തമായി പോരാടിയ ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ഇന്നും തുടരുകയാണ് അനസ്യൂതമായി. കെ.ടി. ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങാണ് വേദി. അവിടെയാണ് ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുന്നത് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട്. അദ്ദേഹം കെ.ടി. ജലീലിനോട് പറയുന്നുണ്ട്, താങ്കൾ മതനിരപേക്ഷതയുടെ ഒന്നിച്ച് നിൽക്കേണ്ട ആളാണ്, മതനിരപേക്ഷതയുടെ വക്താവായി മാറാൻ കഴിയുന്ന ആളാണ്. താങ്കൾ ഒരിക്കലും രാഷ്ട്രീയം മതിയാക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്ത്യയിലെ മതേതരത്വം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിത ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമങ്ങൾ സംഘടിതമായി നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ആ ഒരു ഘട്ടത്തിൽ കെ.ടി. ജലീലിനെ പോലെയുള്ള ഒരാൾ എവിടെ നിൽക്കണം എന്ന ചോദ്യവും കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. അതൊന്ന് നമുക്ക് കേൾക്കാം. ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ എ. ശിവദാസൻ, നിങ്ങൾ ഏവരും കണ്ണും കാതും കൂർപ്പിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ കെ.ടി. ജലീൽ, പുസ്തക പരിചയം നടത്തുന്ന നാരായണൻ മാഷ്, പത്മശ്രീ റാബിയ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതിൽ ഞാൻ ജലീലിനെ അഭിനന്ദിക്കുകയാണ്. ജലീലിൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു വിജയമാണ് ഒരു പക്ഷേ ഈ ഹോളിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇവിടെയുണ്ട്. ഇത്രയും ക്യാമറകൾ ഒരുമിച്ച്, അതും വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ഗാന്ധി ജയന്തി എന്നുള്ളൊരു പൊതു അവധിയുടെ ആലസ്യത്തെ മുറിച്ച് കിടന്ന് ഇവിടെ എത്തണമെങ്കിൽ വേറെന്തൊക്കെയോ ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ജലീലിൻ്റെ പുസ്തക പ്രകാശനത്തിന് താങ്കൾ വരുന്നുണ്ടാകുമോ ഇല്ലയോ, വരുന്നതിനെന്തെങ്കിലും വിലക്കുണ്ടോ, തടസ്സമുണ്ടോ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ കെ.ടി. ജലീലിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കർമ്മമായിരിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് നേരെ എഴുതിയിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര വലിയ ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് ഡപ്പാങ്കുത്ത് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന്. ഡോക്ടർ കെ.ടി. ജലീൽ എൻ്റെ ഇളയ സഹോദരനാണ്. എന്നെക്കാളും ബുദ്ധിവൈഭവവും ജ്ഞാനവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ഒരു വയസ്സിന് എളുപ്പം താങ്കൾക്കുണ്ട്. അത് ഞാൻ ആദ്യം വെളിപ്പെടുത്തുക കേട്ടോ. അതെ, ജലീലിൻ്റെ മറ്റ് നിരവധി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഡൽഹിയിലായതുകൊണ്ടും മറ്റ് തിരക്കുകൾ വ്യാപൃതനായതുകൊണ്ടും അതിനൊന്നും വന്നെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ജലീലിന് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഈ പരിപാടിക്ക് എന്തായാലും എത്തിയിരിക്കുമെന്ന്. ഇനി ജലീലിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സങ്കല്പം ഞാൻ പറയട്ടെ. എന്താ കാരണം വെച്ചാൽ ചില മാധ്യമപ്രവർത്തകർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ കാക്കുന്നുണ്ടാവും. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ.ടി. ജലീൽ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെപ്പോലുള്ള
ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർക്ക് ഊർജം പകരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറേയും കൂടി മിഴിവോടെ സമൂഹത്തിന് അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ. അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊളുത്തി വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ബാക്കി ജലീലാണ് പറയേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ജലീലിൻ്റെ പ്രഭാഷണം ഇനി അവസാനം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജലീൽ എന്ത് പറയും? ജലീലിൻ്റെ മനസ്സ് തുറക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുമോ? ജലീലിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ജലീലിൻ്റെ മനസ്സ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകളും മോനും പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ അർത്ഥപൂർണമാണ്. സ്വർഗസ്ഥനായ ഗാന്ധിജി. അതിൽ തന്നെ ഒരു മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ മതമൈത്രിയുടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ സ്വർഗസ്ഥനാം പിതാവേ എന്നാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സ്വർഗമെന്നുള്ളത് ഏവർക്കും അനുഭവപ്പെടുന്ന, ഏവർക്കും അവകാശപ്പെട്ട ഒന്നാണെന്ന് ജലീൽ തൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകത്തിലൂടെ അടിവരയിടുകയാണ്. എന്നേക്കാൾ എത്രയോ അറിവുള്ള നാരായണ മാഷ് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ എങ്കിലും ഈ പുസ്തകം വായിച്ചു എന്ന് എനിക്ക് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും ഈ പുസ്തക പ്രകാശനത്തിൽ വരുമ്പോൾ ജലീൽ എനിക്ക് പുസ്തകം അയച്ചു തന്നു. പലരും പുസ്തകം വായിക്കാതെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് പോകാറുണ്ടെന്ന് പരാതിപ്പെടാറുണ്ട്. ആ ഒരു പരാതി എൻ്റെ മേലിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷ്മമായി ആ പുസ്തകം വായിക്കുകയും ചെയ്തു. ആദ്യത്തെ ഒരു ഭാഗമെന്നുള്ളത് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ഭാഗമാണ്. അത് ജലീൽ ഒരുപക്ഷെ ഗാന്ധിജിയെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളൊക്കെ എനിക്കറിയാമെങ്കിൽ പോലും അദ്ദേഹം ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഗാന്ധിജി എന്ന് ഒറ്റ വായനയിൽ ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ ഹൃദ്യമായിട്ടുള്ള ഭാഷയിൽ. ലോകത്ത് തന്നെ ഇത്രയേറെ വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അപൂർവമാണ്. മാത്രമല്ല ഗാന്ധിജിയുടെ ഒരു പ്രസക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ കഴിയുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഇത്രയൊന്നും സുരക്ഷിതത്വമില്ലാത്ത ഒരു മണ്ഡലത്തിലാണ് ഞാൻ ഏറെ സമയം ചെലവിടുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിലാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ ഞാൻ രാജ്യസഭയിൽ നടത്തുന്നൊരു പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഗാന്ധിജിയെ മുൻനിർത്തിയാണ് പല ആൾക്കാരും ശ്രദ്ധിച്ച എൻ്റെ ഒരു പ്രസംഗം ഞാൻ പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇന്ന് വന്നിരിക്കുകയാണ്. അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം നടക്കുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് BJP നയിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സമൂഹത്തിൽ രൂഢമൂലമായി വരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ അയോധ്യയെക്കുറിച്ചുള്ള ഒരു ചർച്ച, പ്രത്യേക ചർച്ച പാർലമെന്റിൽ സംഘടിപ്പിക്കുന്നു. ആ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ത്യ ചേരിയിലെ രാഷ്ട്രീയ പാർട്ടികൾ രാവിലെ യോഗം ചേരുന്നു. ആ യോഗത്തിൽ CPM-നെ പ്രതികരിച്ചുകൊണ്ട് ഞാനാണ് പങ്കെടുത്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മുറിയിൽ നടന്ന യോഗത്തിൽ എന്തായിരിക്കണം പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഈ പ്രത്യേക ചർച്ചയോട് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു, ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷ ഭരണഘടനയാണ്. മതനിരപേക്ഷ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യൻ പാർലമെന്റിൽ വിശ്വാസവുമായി മുൻനിർത്തിയുള്ളൊരു ചർച്ച നടത്തുന്നത് അപകടകരമാണ്. അത് ആശാസ്യമല്ല.
അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പാർട്ടി ആ ചർച്ചയിൽ ഭാഗവാക്കാകുന്നതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറഞ്ഞു. DMKയും ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ചു, സമാജ്വാദി പാർട്ടി യോജിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട പല പാർട്ടികളും യോജിച്ചപ്പോൾ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതികൾ പറഞ്ഞു ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കും. അതിന് കാരണമായി പറഞ്ഞത് ഈ അയോധ്യയിലേക്ക് നയിച്ച മുഹൂർത്തങ്ങളിൽ പലതും പ്രദാനം ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ്. അതുകൊണ്ട് ആ ചർച്ചയിൽ ഭാഗവാക്കാകുന്നതാണ് എന്നവർ പ്രഖ്യാപിച്ചു. അന്ന് നടന്ന ഇതുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. രാമനെന്ന് പറയുന്നത് നിങ്ങളുടെ രാമനല്ല, BJP-കാരൻ നോക്കി. ആ രാമൻ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും രാമനാണ്. അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നത് നാദൂരാമനാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു വേദി അതിന് അനുയോജ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പ്രസംഗത്തിന് ശേഷം ഞാൻ എൻ്റെ സീറ്റിലിരുന്നപ്പോൾ എന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു അവരുടെ അടുത്തേക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രിട്ടാസെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രത്തോളം ശക്തമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കണം. അതിശക്തരായിട്ടുള്ള നേതാക്കളാണ് അപ്പുറത്തിരിക്കുന്നത്. അവരെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ BJP-ക്കെതിരെ നടത്തിയ ആ പ്രസംഗം പോലും ശരിയായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ BJP പ്രദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ ശക്തിയോടെ എതിർക്കുന്ന ഒരു ഇടതുപക്ഷത്തിന് മേൽ സംശയത്തിന്റെ വിരൽ ചൂണ്ടുമ്പോൾ യാഥാർത്ഥ്യവും സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതിയും തമ്മിലുള്ള അന്തരമാണ് അടിവരയിടപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പതറി നിന്നപ്പോൾ BJP-ക്കെതിരെ അതിശക്തമായി പോരാടിയ ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ഇന്നും തുടരുകയാണ് അനസ്യൂതമായി. എത്രയോ BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇടതുപക്ഷത്തിന്റെ അചഞ്ചലമായ മതനിരപേക്ഷ നിലപാടാണെന്ന്. മറിച്ച് കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തേരോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാവകാശമുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ മൊത്തക്കച്ചവടം നടത്താൻ പറ്റുമായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമ്മൾ അപഗ്രഥിക്കുകയാണെങ്കിൽ ഒരു കാല് RSS-ലും ഒരു കാല് കോൺഗ്രസിലും ഇട്ടു നിന്നിരുന്ന എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരിൽ പലരാണ് മതനിരപേക്ഷ നിലപാട് അചഞ്ചലമായി നെഞ്ചിലേറ്റിയ ഇടതുപക്ഷത്തിന് നേരെ ഇന്ന് വിരൽ ചൂണ്ടത് എന്ന് പറയുമ്പോൾ അതിലെ മൗഢ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചുകൊള്ളൂ. മഹാത്മാഗാന്ധിയുടെ സന്ദേശത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജലീൽ തൻ്റെ ആമുഖ ലേഖനത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ലളിതമായി, ഒരുപക്ഷെ ആർക്കും ഹൃദ്യമായ മനസ്സിലേക്ക് അങ്ങോട്ട് സംശീകരിക്കാൻ കഴിയുന്ന രീതിയിൽ, ഒരു വാക്കുപോലും കളയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം സംക്ഷിപ്തമായിട്ട് വിവരിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. ആരൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. ഞാൻ ആ പുസ്തകം ജലീലിൻ്റെ ആ നീണ്ട ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്ന കാരണം വെച്ചാൽ എന്നാൽ മാത്രമല്ലേ എനിക്ക് ആ ഭാഗം ഇവിടെ ചേർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഐൻസ്റ്റീൻ്റെ ആ ട്രിബ്യൂട്ട്, ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ജലീൽ ചേർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ച മുഹൂർത്തത്തിൽ ഐൻസ്റ്റീൻ്റെ ഉദ്ധരണി അദ്ദേഹത്തിൻ്റെ ആ
ലേഖനത്തിൽ കണ്ടു. മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഭാവി തലമുറ അവിശ്വസനീയമായിട്ടായിരിക്കും ഓർത്തെടുക്കുക എന്നുള്ള ഐൻസ്റ്റീൻ്റെ വാക്കുകൾ. അതുൾപ്പെടെയുള്ള എല്ലാ പ്രസക്തമായിട്ടുള്ള ഉദ്ധരണികളും കോർത്തിണക്കിയാണ് ജലീൽ തൻ്റെ ആ പുസ്തകത്തിൻ്റെ അലകും പിടിയും തീർത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുമ്പോൾ ഗാന്ധിജി എത്രത്തോളം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തി, അദ്ദേഹത്തിൻ്റെ ആ ഔന്നിത്യം അനുനിമിഷം വർദ്ധിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. 1980-കൾ മുതൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒട്ടേറെ ഗതിവിഗതികളെ നേരിട്ട് പ്രേക്ഷകർക്കും വായനക്കാർക്കും പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1992 ഡിസംബർ 6 ഒരു ശൈത്യകാലത്ത് കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമ പ്രവർത്തകർ ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി 500 വർഷം തലയുയർത്തി നിന്ന ബാബറി മസ്ജിദ് ഒരിക്കലും നിലംപൊത്തില്ല, പോർലേൽക്കാതെ നിൽക്കുമെന്ന് ഞങ്ങളൊക്കെ നിലച്ചിരുന്നു. ഞങ്ങളുടെ കൺമുമ്പിൽ ആ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ ഇന്ത്യ ഇരുളുകയാണ്, മാറുകയാണ്, മഹാത്മാഗാന്ധി പ്രവചിച്ച പല കാര്യങ്ങളും ഇന്ത്യയിൽ സംഭവിക്കുകയാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു. ഒരുപക്ഷെ മഹാത്മാഗാന്ധി അത് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളൊക്കെ, ഒരുപക്ഷെ ആ അവസാന വർഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഓരോ വാചകത്തിനും ഒരു പ്രവാചക തുല്യമായിട്ടുള്ള ഒരു പരിവേഷമുണ്ടായി. മരണം പോലും അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു. തൊട്ട് തലേന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് ഗാന്ധിയാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹായി മനുവുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പം മനുവിനോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പോൾ തീരെ സുഖമില്ല, ചുമയാണ്, നിലക്കാത്ത ചുമ, ചെറിയ പനിയും. അപ്പം മഹാത്മാഗാന്ധി മനുവിനോട് പറയുകയാണ്, അസുഖം വന്നെങ്ങാൻ ഞാൻ മരിച്ചാൽ ഞാൻ കപടനായ ഒരു മഹാത്മാവായിരുന്നു എന്ന് നീ പുരപ്പുറത്ത് കയറിയെന്ന് പറയണം. മറിച്ച് ഒരു സ്ഫോടനത്തിലോ വെടിയുണ്ട് ഉതിർത്തോ നെഞ്ചിലേറ്റി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥവത്തായിട്ടുള്ള മഹാത്മാവാകും. തൊട്ട് തലേന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടിരുന്നു. പക്ഷെ ആ മരണം ജീവിതത്തെക്കാൾ വലിയ സന്ദേശമാകണമെന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വച്ചിരുന്നു. ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് അത്തരമൊരു മരണം വരിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് ഈ വർഗീയ ഫാസിസത്തിലേക്ക് ആഴ്ന്നു പോകുമായിരുന്നു എന്ന് ഇന്ന് സാമൂഹ്യ ചിന്തകർ കൃത്യമായിട്ട് കുറിച്ചിടുന്നുണ്ട്. മൗണ്ട് ബാറ്റൻ്റെ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് തീൻമൂർത്തി ലൈബ്രറിയിലുണ്ട്, ഞാനത് വായിച്ചതാണ്. അന്ന് ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്ത് 10,000ങ്ങളുടെ കബന്ധങ്ങളാണ് തീവണ്ടികളിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അന്ന് പടിഞ്ഞാറൻ ബംഗാളിൽ വർഗീയ സ്വാസ്ഥ്യത്തിൽ 1000 കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ ലയിച്ചിരുന്ന ആ വേളയിൽ അദ്ദേഹം നഗ്നപാതനായി കൽക്കത്ത തെരുവിലൂടെ നടക്കുകയാണ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി. മൗണ്ട്ബാറ്റൻ എഴുതി, പഞ്ചാബിന്റെ അതിർത്തിയിൽ 55,000ഓളം ഭടന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ബംഗാളിന്റെ അതിർത്തിയിൽ ഒറ്റയാളെ ഭടനായിട്ടുണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങളായിരുന്നു. ഞങ്ങളുടെ 55,000 അംഗസംഖ്യയുള്ള സൈന്യത്തെക്കാൾ പ്രബലനായിരുന്നത് ഏകംഗ സൈന്യമായ നിങ്ങളായിരുന്നു എന്ന് മൗണ്ട് ബാറ്റൻ കത്തിലൂടെ ഗാന്ധിജി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ മഹാത്മാഗാന്ധി ആ ഭാഗത്തേക്കും കൂടി പോകണമെന്ന് ആഗ്രഹിച്ചത്. ഒരുപക്ഷെ മഹാത്മാഗാന്ധിജിയുടെ അവസാനത്തെ ആഗ്രഹമെന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു യുട്ടോപ്യനാണ്, കാൽപ്പനികത്വമാണെന്ന് പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് ആനയിക്കണമെന്നും അങ്ങോട്ട് പോയ ആൾക്കാരെ തിരിച്ച് ഇങ്ങോട്ട് ആനയിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര ലാഹോറിലേക്കുള്ള ഒരു സമാധാന യാത്രയായിരിക്കണമെന്ന് അദ്ദേഹം തൻ്റെ സെക്രട്ടറി പ്യാരിലാലിനോട് പറഞ്ഞു.
നോക്കുക, ആ വിഭജനം നമ്മുടെ രാജ്യത്തേൽപ്പിച്ച ഒരു ആഘാതം. ഒരു വേള അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നുണ്ട്, ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞ വിഭജനം ഒഴിവാക്കണമെന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ ഇരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ വർഗീയതയുടെ രഥയോട്ടം അനസ്യൂതം നടക്കുമ്പോൾ, ഗാന്ധിയുടെ സ്മരണകളെ തിരിച്ച് നമ്മൾ മനസ്സിലേക്ക് ആനയിക്കുകയും സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് ശ്രീ കെ ടി ജലീൽ നിർവഹിക്കുന്നത്. നാരായണ മാഷ് സാഹിത്യരംഗത്ത് വിവരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ ശിവദാസൻ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഒരു രണ്ട് വരി ചൊല്ലാം. ഇത് കക്കാടിൻ്റെ ഒരു കവിതയാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുമാൻ. കക്കാടിൻ്റെ കവിതകളാണ്. ഒരുപക്ഷെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എത്ര കൊഴുത്ത ചവർപ്പാണ് ഈ രാജ്യം നമ്മൾ കുടിച്ചു വറ്റിച്ചത്. സമാധാനത്തിൻ്റെ ഒരു ഇറ്റി ശർക്കര ഒന്ന് നുണയുവാൻ. ഇപ്പോഴും നമ്മൾ വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ ചുറ്റും മുസ്ലിം, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്നുള്ള വിഭജനത്തിന് വേണ്ടിയുള്ള ആർപ്പുവിളികൾ, അട്ടഹാസങ്ങൾ മുഴങ്ങുകയാണ്. ഇന്ത്യയിൽ ഉണ്ടായ ഒരുപാട് വർഗീയ കലാപങ്ങളിലെ ചോരച്ചാലുകളിലൂടെ യാത്ര ചെയ്യാനുള്ള നിർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഗാന്ധിജിയുടെ ജീവിതവും മരണവും എത്രത്തോളം പ്രസക്തമാണെന്ന് ഓരോ യാത്രയിലും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ചേരി നടത്തേണ്ട പ്രോജ്വലമായ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നുള്ള പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. പിന്നെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു എന്ന് ഞാൻ ഒന്നും കൂടി എൻ്റെ മാന്യസ്നേഹിതൻ ജലീലിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി എനിക്ക് 3 വിയോജിപ്പുകൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ജലീൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം 30-ാം തീയതി രാവിലെ കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് പരിശോധിച്ചു എന്ന്. എനിക്കൊരു സംശയമുണ്ടത്. കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് അല്ല പരിശോധിച്ചത്. ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം ആ രേഖയിൽ പറയുന്നത്. പിരിച്ചുവിട്ട് ഉണ്ടാക്കേണ്ട ലോകസേവക സംഘത്തിൻ്റെ ആ പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് ഭരണഘടന എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജലീൽ സാഹിബിന് പറ്റിയൊരു തെറ്റായിരിക്കാം, അതല്ലെങ്കിൽ ഇടുന്ന കതറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറഞ്ഞതായിരിക്കാം അത്. പക്ഷേ അത് അങ്ങനൊരു അത് ഞാനാണോ തെറ്റെന്ന് എനിക്കറിയില്ല. രണ്ടാമതൊരു തെറ്റും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ കൈരളി പ്രസാധകരെ ശ്രദ്ധിക്കണം. മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ പ്രവഹിച്ച അന്ത്യാഭിവാദ്യങ്ങളിൽ ഒന്ന് ജോൺ പോൾ രണ്ടാമൻ്റെ, അത് ജോൺ പോൾ രണ്ടാമനല്ല, പയസ് 12-ാമനാണ്. എനിക്കത് ആ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ട്, ജോൺ പോൾ രണ്ടാമൻ പിന്നീട് വന്നതാണ്. പയസ് 12-ാമനായിരുന്നു അന്ന് പോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ തെറ്റുകളാണ്. ഇനി മൂന്നാമത്തെ എൻ്റെ വിയോജിപ്പ്, അതാണ് ഏറ്റവും ശക്തമായ വിയോജിപ്പ്. അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ 198-ാമത്തെ പേജിൽ, അപ്പോൾ 198 പേജ് ഞാൻ വായിച്ചത് മനസ്സിലായല്ലോ അല്ലേ? അതെ, 198-ാമത്തെ പേജിൽ സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്നുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ എൻ്റെ സ്നേഹിതൻ എഴുതുന്നുണ്ട്, ഞാനൊരു വിരമിക്കൽ മൂഡിലാണ്. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുകയാണ്. പത്തരമാറ്റോടെ കെ ടി ജലീൽ തിളങ്ങേണ്ട ഒരു സമയമാണിത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറേയും കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുഹൂർത്തമാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു മൂഡ് ഉണ്ടാകാനേ പാടില്ല എന്ന് ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്.
ഇത് മാത്രമല്ല, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ജീവിതവും മരണം വരെ ഒരു സന്ദേശമാണെന്ന് മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുള്ളതുകൊണ്ട് ജലീൽ സാഹിബെ, നിങ്ങൾ എന്നെക്കാരും ചെറുപ്പമാണ്. നിങ്ങൾക്കിനി എത്രയോ കാലം മുമ്പോട്ട് പോകാനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വിരമിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ മേടയിൽ നിന്ന് വായിച്ചെടുത്തേക്കാം. അതുകൊണ്ട് ആ ഒരു വാചകത്തോട് ഞാൻ വിയോജിക്കുകയാണ്. പക്ഷേ ആ ഒരു അധ്യായം, സുഹൃത്തിനുള്ള മറുകുറിപ്പ് എന്നുള്ള അധ്യായം ഹൃദയസ്പർശിയും. ഒരുപക്ഷെ പറയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു കൈക്കുമ്പിളിലാക്കി ആ വരികളിൽ സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജീവിതകഥ, ആത്മകഥയൊക്കെ എഴുതാൻ ശേഷിയുള്ള ആളാണ്. അത് മാത്രമല്ല, അത്രത്തോളം ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട്, കണ്ണികൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഏതാനും പേജുകളിൽ ബഷീറിന് എഴുതിയ ആ ഒരു കുറിപ്പിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ അദ്ദേഹം അവിടെ കോർത്തിണക്കുകയാണ്. അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. പിന്നെ ഈ പല അധ്യായങ്ങളിലും, ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ എന്നെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സൗമ്യസ്യത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതായത് മമ്മൂട്ടിയുടെ പേര് ഇബ്രാഹിം കുട്ടി എന്ന് ആൾക്കാർ നീട്ടിപ്പറയുന്നതിലുള്ള അതിനുള്ളിലുള്ളൊരു വർഗീയതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം കൂടി മമ്മൂട്ടി കൈരളിയിലുണ്ടായിരുന്നു. എന്താണ്? ഞാൻ PI മുഹമ്മദ് കുട്ടി. അതെ, കൈരളിയുടെ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും അദ്ദേഹത്തോട് ഒപ്പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം.